നമസ്കാരം. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CC അടഞ്ഞ് തീർന്ന ഒരു പാർട്ടിയാണെന്ന് പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാറുണ്ട്. സത്യവുമാണ്. ഇപ്പം CPM-ന്റെ കൂടെ നിന്നില്ല CPI എവിടെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും ഒരു മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ബിനോയ് വിശ്വം സഖാവും അതുപോലെ VS സുനിൽകുമാർ സഖാവും ഒക്കെ തന്നെ ഘോരഘോരം പലതും വാദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വെറും കാടും പടർപ്പും തല്ലലുമാണ് എന്നുള്ള കാര്യം വൈകാതെ തന്നെ അവർക്ക് തന്നെ ബോധ്യപ്പെടും. ബൗദ്ധിക നിലവാരത്തിൽ CPM-നേക്കാൾ മുകളിലാണ് എന്ന് അവകാശപ്പെടുന്ന CPI പക്ഷേ പലതിലും CPM-നേക്കാൾ വലിയ മണ്ടന്മാരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം 7-ാം തീയതി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് VS സുനിൽകുമാർ എന്ന നേതാവാണ്. അദ്ദേഹം മുൻ മന്ത്രിയാണ്. തീർച്ചയായിട്ടും ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ്. തൃശൂരിൽ CPI ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നേതാവ് കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ മറുപടി നൽകി. അത് ഏതായാലും വേണമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടാക്കണമല്ലോ. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു, അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന തരത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പിന്നെ എല്ലായിടത്തും ഇതൊന്ന് നടത്തിക്കൂടി. 20 മണ്ഡലങ്ങളുണ്ട്. 20 ഇടത്ത് വേണ്ട, ഒരു 15 ഇടത്തെങ്കിലും വേണ്ട, 10 ഇടത്തെങ്കിലും, ഒന്നും വേണ്ട 2 ഇടത്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നെങ്കിൽ 2 ഒന്നെന്നുള്ളത് ഇപ്പൊ 2 ആകുമായിരുന്നില്ല BJP. ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ വോട്ടർ പട്ടികയുടെ പ്രത്യേക സംഗ്രഹ പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക 27/10/2023 പ്രസിദ്ധീകരിക്കുകയും എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി നൽകുകയും ചെയ്തു എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം നൽകുന്നു. തുടക്കം അങ്ങനെയാണ്. 27/10/2023 19/12/2023 ഇടയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 45,924 ഫോം 6 അപേക്ഷകൾ, അതായത് പേരുകൾ ഉൾപ്പെടുത്താനുള്ള അപേക്ഷകൾ ലഭിച്ചു. അതിൽ 42,807 എണ്ണം സ്വീകരിച്ചു, 3,117 നിരസിച്ചു. അതേ കാലയളവിൽ 25,194 ഫോം 7 അപേക്ഷകൾ, അതായത് പേരുകൾ കട്ട് ചെയ്യുന്നത്, അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നത്, അത് ലഭിച്ചു. അതിൽ 24,472 എണ്ണം സ്വീകരിച്ചു, 722 നിരസിച്ചു. കൂടാതെ 14,068 ഫോം 8 അപേക്ഷകൾ, അതായത് വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ, തിരുത്തലുകൾ, പേരും അഡ്രസ്സും ഒക്കെ തിരുത്തലുകൾ, അതിൽ 13,264 എണ്ണം സ്വീകരിച്ചു, 804 നിരസിച്ചു. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കൃത്യമായ ഡേറ്റ് സഹിതമുള്ള കണക്കാണ്. നിശ്ചിത കാലയളവിൽ ഉള്ളിലെ എല്ലാ അവകാശവാദങ്ങളും എതിർപ്പുകളും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ കൃത്യമായി പരിശോധിച്ച് തീർപ്പാക്കി. അന്തിമ വോട്ടർ പട്ടിക 22/1/24 പ്രസിദ്ധീകരിച്ചു. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും വീണ്ടും പകർപ്പുകൾ സൗജന്യമായി നൽകി. അവകാശവാദങ്ങളിലും എതിർപ്പുകളിലും EROകൾ സ്വീകരിച്ച നടപടികൾ നോട്ടീസ് ബോർഡിലും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിലും ആഴ്ചതോറും നൽകിയിരുന്നു. അത്തരം പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിച്ചു. കൂടാതെ പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തി. ഈ കാലയളവിൽ EROകളുടെ നടപടികൾ സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഒരു അപ്പീലും ലഭിച്ചില്ല. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമയപരിധി വരെ തുടർച്ചയായ അപ്ഡേറ്റുകൾ നടത്തി. 10/12/23 25/3/24 ഇടയിൽ ആകെ 73,731 ഫോം 6 അപേക്ഷകൾ ലഭിച്ചു. ഇതിൽ 67,670 എണ്ണം സ്വീകരിച്ചു, 6,061 നിരസിച്ചു. 10/12/23 24 ഇടയിൽ ആകെ 25,264 ഫോം 7 അപേക്ഷകൾ ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഒന്നുകൂടെ നൽകിയിരിക്കുന്നു. ഈ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ നടത്തിയത്. ഇത്തരം പരിഷ്കരണങ്ങളും കാര്യങ്ങളുമൊക്കെ, ഈ നടപടിക്രമങ്ങൾ എല്ലാവരും, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ്. അതിന്റെ രേഖകൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലുണ്ട്, അതിന്റെ പക്കലുണ്ട്, ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ കൃത്യമായി പരിശോധനകൾ നടത്താതെ, അല്ലെങ്കിൽ അന്ന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പിന്നീട് ഇലക്ഷന് തോറ്റു കഴിയുമ്പോൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്, വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തി എന്നൊക്കെ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഭീരുത്വമാണ്, നാണമില്ലാത്ത ഏർപ്പാടാണ്, തരം താഴ്ന്ന ഏർപ്പാടാണ് എന്ന് പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ജനറൽ ഒബ്സർവർ, പോലീസ് ഒബ്സർവർ, ചെലവ് നിരീക്ഷകൻ എന്നിവരുടെ ഔദ്യോഗിക കോൺടാക്ട് നമ്പറുകൾ പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭ്യമാക്കിയിരുന്നു. നിരീക്ഷകരുടെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുമായും കൂടിക്കാഴ്ചകൾ നടന്നു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഒരു ഘട്ടത്തിലും ഉയർന്നില്ല. വോട്ടെടുപ്പിന് ശേഷം ജനറൽ ഒബ്സർവറുടെ അധ്യക്ഷതയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധനാ യോഗത്തിൽ സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ വോട്ടർ പട്ടികയെക്കുറിച്ച് യാതൊരു ആശങ്കയും ഉന്നയിച്ചിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു ഖേൽക്കർ IAS ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, എല്ലാം കഴിഞ്ഞ് തോറ്റു കഴിയുമ്പോഴത്തേക്കും
കള്ളക്കളി 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 എന്ന് പറയും. അതുവരെ കള്ളക്കളി. അതുവരെയുള്ള എല്ലാ ക്രമങ്ങളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അപേക്ഷ നൽകുന്ന ആ സമയം മുതൽ തന്നെ ഫോം 6, 7, 8 ആ ഫോമുകൾ നൽകുന്ന സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ ഓഫീസുകളുമായും പ്രതിനിധികളുമായും ബന്ധപ്പെട്ടും പൊതുസമൂഹത്തിന് മുന്നിലും അവരുടെ വെബ്സൈറ്റിലും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിരുന്നു കൃത്യമായി തന്നെ. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഇരട്ട വോട്ട്, എന്റെ പേരിൽ 2 വോട്ടുണ്ടെങ്കിൽ എന്റെ പഞ്ചായത്ത് അംഗത്തിന്, അത് CPI-കാരനായാലും BJP-കാരനായാലും അയാൾക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും പറയും. എന്റെ വീട്ടിലാണെങ്കിലും അറിയാൻ പറ്റും, എന്റെ അടുത്ത വീട്ടിലാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന പൊതുപ്രവർത്തകരായിട്ട്, വലിയ ബുദ്ധിയുള്ള ആൾക്കാരായിട്ട്, അല്ലെങ്കിൽ ബൗദ്ധിക നിലവാരം ഉയർന്നവരായിട്ടും എന്തേ ഇടതുപക്ഷക്കാരോ CPI-കാരോ CPM-കാരോ ആ സമയത്തൊന്നും ആ ആക്ഷേപം ഉന്നയിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാരും അധികാരത്തിലേറി അത് ഇത്രയും കാലമായിട്ട് രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ കൂടാൻ നിങ്ങൾക്ക് നാണമുണ്ട്? നിങ്ങൾക്ക് നാണവും മാനവും? നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, നിങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.